ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഇൻഡോർ പോട്ട് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പെൻ ഹോൾഡറായിട്ടൊക്കെ ഉപയോഗിക്കാം, സ്പൂൺ ഹോൾഡറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഞാൻ ഇവിടെ ഒരു ഐസ്ക്രീം ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂട് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടി സൈഡ് വീതി കൂടിയതും ഒരു സൈഡ് വീതി കൂടിയതും ഒരു സൈഡ് വീതി കുറഞ്ഞതുമായ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് സിമൻറ്റും പഴയ കോട്ടൺ തുണിയും. അപ്പം വൈറ്റ് സിമൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് നല്ലവണ്ണം കലക്കിയിട്ട് കോട്ടൺ തുണി അതിൽ മുക്കി നമുക്ക് ആ ബോട്ടിലിൽ ചുറ്റാതെ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടി സൈഡ് വലിയ വീതി ഉള്ള സ്ഥലത്ത് നമുക്ക് തുണിയുടെ സെൻറ്ററിൽ ഒരു ഹോളിട്ട് അതും കൂടെ കവർ ചെയ്തങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ തുണി എത്ര ലെയർ വേണോ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നല്ലവണ്ണം ഒട്ടിച്ച് എല്ലായിടത്തും ഒട്ടിച്ചിട്ട് ഒരു 24 മണിക്കൂർ ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ പുട്ടി ബ്ലേഡ് അല്ലെങ്കിൽ കത്തിയായിരുന്നാലും കരണ്ടിയായിരുന്നാലും മതിയാകും. ഇതൊരു വൈറ്റ് സിമൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോൾഡിൻ്റെ വെളിഭാഗത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിക്കുക ഏകദേശം ഒരു 4 ഇഞ്ച് കനത്തിനകത്ത് മതിയാകും. എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ, വലിയ തടുപ്പൊന്നുമില്ലാതെ എല്ലാ സൈഡും ഒരേ കണക്ക് വരത്തക്ക രീതിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടി സൈഡും കൂടെ നമുക്ക് വൈറ്റ് സിമൻറ്റ് കട്ടിക്കോ അല്ലെങ്കിൽ ശകലം ലൂസാക്കിയാലും കുഴപ്പമില്ല. ചെറിയ കത്തി ഉപയോഗിച്ചോ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചോ അവിടെയും കൂടെ കോരി ഒട്ടിക്കുക. എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്തെ ഹോള് നല്ലവണ്ണം തെളിച്ചിടുക. എന്നിട്ട് അതിൻ്റെ ആ അടിയിലെ എഡ്ജ് ഭാഗം നല്ലവണ്ണം റൗണ്ട് ഷേപ്പിൽ തേച്ച് പിടിപ്പിക്കുക. അതും നല്ലവണ്ണം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എംബതിൻ്റെ പേപ്പർ ഉപയോഗിച്ച് ആ വലിയ തടുപ്പ് എല്ലാം നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും തടുപ്പ് എംബതിൻ്റെ പേപ്പർ ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഏകദേശം പെട്ടെന്ന് നല്ലൊരു ഫിനിഷിങ് കിട്ടും എംബതിൻ്റെ പേപ്പർ ഉപയോഗിക്കുമ്പം. അത് കഴിഞ്ഞിട്ട് അടുത്ത് പെൻസിൽ ഉപയോഗിച്ച് ലീഫിൻ്റെ മോഡലിൽ വരച്ചിട്ടുണ്ട്. ഇനി ആ വര അനുസരിച്ച് നമുക്ക് ടിൻ ഷീറ്റ് രണ്ടായിട്ട് മടക്കി ചെറിയൊരു വീതിക്ക് കട്ട് ചെയ്തെടുക്കുക ടിൻ ഷീറ്റ്. എന്നിട്ട് അതിനെ വളച്ച് പിടിച്ച് ആ വര കണക്കിന് കുഴിച്ച് നല്ലവണ്ണം വരച്ചെടുക്കാം. അപ്പോൾ സാവകാശം വരച്ചെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അവിടെ വരച്ച് കുഴിച്ചെടുക്കാൻ പറ്റും. അതേ കണക്ക് ബാക്കിയുള്ള എല്ലാ ലീഫും കൂടെ വരച്ചെടുക്കുക. അപ്പോൾ എല്ലാ ലീഫും വരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 220 പേപ്പർ ഉപയോഗിച്ച് നമുക്ക് മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടത് ചെറിയൊരു പേപ്പറോ മറ്റെന്തെങ്കിലും കൊണ്ട് അടിയിലത്തെ ഹോളൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് തുണിയുടെ പാട് കാണാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ കുറച്ച് വൈറ്റ് സിമൻറ്റ് ലൂസിന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വെളി സൈഡിൽ ആ ലീഫിൻ്റെ അകത്തുള്ള വരകളൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതും കൂടെ ഒരു ദിവസം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഉണങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കാൻ വേണ്ടി ആദ്യം എടുത്തിരിക്കുന്നത് ആക്രിലിക്കിൻ്റെ വൈറ്റ് കളറാണ്. അപ്പോൾ കളറ് ഈ വീഡിയോയിൽ ചെയ്തെടുത്തിരിക്കുന്നതെല്ലാം ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ലീഫിലൊക്കെ ആക്രിലിക്കിൻ്റെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെയാണ് മാറി മാറി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും. പിന്നെ അതിൻ്റെ എൻഡ് ഭാഗം ആക്രിലിക്കിൻ്റെ ബ്ലാക്കും ആ ലീഫിൻ്റെ അകത്തുള്ള വരകളൊക്കെ ആക്രിലിക്കിൻ്റെ വൈറ്റും. അപ്പോൾ അതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ ബ്ലാക്കും അകത്തുള്ള വരകൾ ആക്രിലിക്കിൻ്റെ വൈറ്റുമാണ്. അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് അടുത്ത ആക്രിലിക്കിൻ്റെ വൈറ്റ് കളറാണ്. ബ്ലാക്ക് കളറാണ്. അപ്പോൾ ബ്ലാക്ക് കളർ ചെറിയ ഈർക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് ബ്രഷിൻ്റെ എൻഡ് കൊണ്ടോ മൂട് ഭാഗം കൊണ്ട് നമുക്ക് ചെറിയ ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു മൊത്തത്തിലൊരു സിറാമിക്കിൻ്റെ ലുക്ക് കിട്ടും. അതെല്ലാം കഴിഞ്ഞിട്ട് ഡോട്ടെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ക്ലിയർ വാനിഷും കൂടെ നമുക്ക് 1-2 കോട്ടും കൂടെ അടിച്ച് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.